നമ്മുടെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഒരു പ്രശ്നമല്ല. കാർ വേണമെന്ന് ആവശ്യപ്പെട്ട അപ്പോൾ കാർ കൊടുക്കും, വീട് വേണമെന്ന് ആവശ്യപ്പെട്ട അപ്പോൾ തന്നെ വീട് കൊടുക്കും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദയവ് കൊണ്ട് ഒരു കാർ കിട്ടിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാനായിരിക്കുന്ന ജസ്റ്റിസ് VK മോഹൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കെ സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാന് കാർ വാങ്ങാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ടൊയോട്ട ഇന്നോവയുടെ ഹൈക്രോസ്, അതായത് ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ വാങ്ങാനാണ് തുക ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ തൻ്റെ കാർ ഒഴിവാക്കിയാണ് പുതിയ കാർ വേണമെന്ന ആവശ്യം ജസ്റ്റിസ് മുന്നോട്ട് വെക്കുകയും അതിപ്പോൾ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. പുതിയ വാഹനം വാങ്ങണമെങ്കിൽ മന്ത്രിസഭാ അനുമതി ആവശ്യമാണെന്നിരിക്കെ അതൊന്നും പരിഗണിക്കാതെ ഫയൽ ക്യാബിനറ്റിൽ എത്തിച്ചാണ് പുതിയ കാറിനായി അനുമതി വാങ്ങിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പണം അനുവദിക്കാനാകില്ല എന്ന ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് ഇപ്പോൾ അനുമതി നൽകിയതെന്ന് പറയുമ്പോൾ ഇഷ്ടക്കാർക്ക് എന്ത് വേണമെങ്കിലും നൽകാൻ പിണറായി സർക്കാർ തയ്യാറാണ് എന്ന് വേണം കരുതാൻ. പുതിയ കാർ എന്ന ആവശ്യം ധനമന്ത്രി KN ബാലഗോപാൽ ആദ്യം തന്നെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പണം അനുവദിക്കാൻ തയ്യാറായതുമില്ല. ഇതോടെയാണ് ജസ്റ്റിസ് VK മോഹനൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യം പറയുകയും ചെയ്തത്. മുഖ്യമന്ത്രി സമ്മതം നൽകിയതോടെയാണ് ഫയൽ വീണ്ടും ധനവകുപ്പിലെത്തുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ധനവകുപ്പിന്? നിലവിലെ കാറിന് ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണി വരുന്നു, അതിനാൽ കാർ മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് ജസ്റ്റിസ് VK മോഹനൻ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. 3,37,736 രൂപയാണ് ഇപ്പോൾ സർക്കാർ കാർ വാങ്ങാനായി നൽകിയിരിക്കുന്നത്. സേവനം വെറുതെ നൽകിയതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇതൊരു ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണ കൂടിയാണ്. താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് കൂടിയാണ് ഈ ജസ്റ്റിസ് VK മോഹൻ എന്ന് പറയുമ്പോൾ തന്നെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചതും ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഇതേ ന്യായാധിപനെയാണെന്ന് പറയുമ്പോഴാണ് എന്തിനാണ് ഈ ഒരു കാർ നൽകി ഉപകാരസ്മരണ കാണിക്കുന്നത് എന്ന് കുറച്ചുകൂടി വ്യക്തമാകാൻ കഴിയും. അന്വേഷണ കമ്മീഷൻ നടന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ റിപ്പോർട്ടുകൾ ഇതുവരെ സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല ഈ ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ തന്നെ ഇടത് സഹയാത്രികനായി അറിയപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് ജസ്റ്റിസ് മോഹനൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയന്റെ അടുത്ത ആളെന്ന നിലയിൽ കാറാണെങ്കിൽ കാറ്, പണമാണെങ്കിൽ പണം, എന്ത് വേണമെങ്കിലും മന്ത്രിസഭയുടെ യോഗത്തിൻ്റെയൊക്കെ അനുമതിയൊന്നും വേണ്ട, എല്ലാം ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം എന്ന് പറയുന്ന മട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ നേരിട്ട് കാറ് വാങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. എന്തായാലും പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരാൻ കഴിയുന്ന, പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ കാശ് പോലും കൈയിട്ട് വാരാൻ കഴിഞ്ഞ് അത് ആ പണം കൊണ്ട് ഖജനാവ് നിറച്ച ശേഷം അത് ഇതേപോലുള്ള കാറ് വാങ്ങാനും മറ്റു ആവശ്യങ്ങൾക്കുമായി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ട് വരുന്നത് എന്ന് പറയേണ്ടി വരും. എങ്ങനെയായാലും ധനവകുപ്പിന്റെ അനുമതി കൂടി മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു കാർ വാങ്ങാനുള്ള നീക്കം നടത്തിയത് അതെന്തുകൊണ്ടും തന്റെ ഇഷ്ടക്കാരന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമായി തന്നെ കരുതേണ്ടി വരും. എന്തായാലും ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചത് ഹൈക്കോടതി വിരമിച്ച ഈ ന്യായാധിപനെയാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ട് എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ടാണ് കാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും എന്ന് തന്നെ സാരം.